എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. രണ്ടുപേരും തിരക്കാട്ടോ. രാവിലെ അമ്മ എന്നെ തെറി പറയുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡോഗിന്റെ ലീഷ് ഇവിടെ കൊണ്ട് ഞാനിങ്ങനെ ഇട്ടു. അപ്പം അമ്മ രാവിലെ എണ്ണീറ്റ് വന്നപ്പം ഒന്നാമത്തെ കണ്ണിന് മൂടല, പാമ്പ് കിടക്കുന്ന പോലെ തോന്നി, പേടിച്ചിട്ട് ഊരി ഉയർത്തി പപ്പാനെ വിളിച്ചെന്നാണ് പറഞ്ഞത്. എന്നെ വഴക്ക് പറയായിരുന്നു കേട്ടോ രാവിലെ. കുട്ടമ്മോൻ രാവിലെ ഭയങ്കര ചെടി കൃഷിയാണ്. കുട്ടമ്മോൻ്റെ പ്ലാനും പദ്ധതിയൊക്കെ ഭയങ്കര ഒരു വൃന്ദാവനമാക്കണം എന്നാണ് കേട്ടോ. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ചെറിയൊരു പ്ലാനുണ്ട്. മറ്റേ ചെടികളൊക്കെ കുറച്ചും കൂടെ ഒക്കെ വെറൈറ്റി ഇങ്ങനെ കൊണ്ടുവന്ന് അത് സെറ്റാക്കിയിട്ട് അത്യാവശ്യമുള്ളവർക്ക് സീഡും തൈയൊക്കെ ആയിട്ട് അയച്ചു കൊടുക്കാന്നൊക്കെ ചെറിയ പ്ലാനുണ്ട്. ചുമ്മാ അല്ല, ചെറിയൊരു വിലയൊക്കെ മേടിച്ച്. ഇപ്പൊ കടയിലൊക്കെ ഭയങ്കര വിലയല്ലേ. നമ്മൾ ഈയിടെ ഈ എന്താ ഉപ്പാറയിലൊരു കടയില് നമ്മൾ ചെടിച്ചട്ടി മേടിക്കാൻ പോയി. അന്നേരം നമ്മുടെ ആ കൂടയിലിരിക്കുന്ന ഒരു തൈക്ക് ഇത്ര നീളമുള്ളൂ. അവരെന്നോട് 60 രൂപയെ പറഞ്ഞു ഒരു കുഞ്ഞ തൈക്ക്. ആ ചെടിയാണ് നമ്മുടെ മുറ്റത്ത് ഇഷ്ടം പോലെ നിൽക്കുന്നത്. നമ്മൾ 60 മേടിച്ചില്ല, ഒരു 10-40 രൂപയ്ക്കാണ് നമ്മൾ അയക്കും. അങ്ങനെ ഞാൻ തുടങ്ങാനൊക്കെ ഉള്ളൊരു ആലോചനയുണ്ട്. പപ്പായാണേലും ചോദിച്ചു, ഈ നഴ്സറിയിലൊക്കെ പോകുമ്പോഴേ ഓരോന്നിനും ഭയങ്കര വില പറയുന്നേ. ഇത് കണ്ടോ, ഈ ടൈപ്പൊക്കെ ചെടിക്കൊക്കെ ഭയങ്കര വിലയാണ് ചോദിക്കുന്നത്. ഒന്ന് കഴിയുവാണെങ്കിൽ അകത്തോട്ട് വെക്കാൻ നോർത്തണ്ട. കുഞ്ഞൊരു കമ്പ് എടുത്ത് കൊടുത്തേ. ഇതേ ഈ കമ്പ് എടുത്ത് കൊടുമേ, ആ ചൂണ്ടയുടെ കമ്പ് കണ്ടോ? ഞാൻ അടിയിൽ ഇച്ചിരി മണ്ണും ആട്ടുംകാട്ടും ഇട്ടു ശകലം. കാരണം മുറിക്കകത്തായതുകൊണ്ട് അധികം വളരേണ്ട കാര്യമില്ലല്ലോ, ചെറുതായിട്ട് ഇരുന്നാ മതി. പിന്നെ ആറ്റുമണല് ഉണ്ടായിരുന്നു. അപ്പൊ ശകലം ആറ്റുമണലും കൂടി ഇട്ടിട്ട് അവനെ വെച്ച് ഈ തട്ടൊക്കെ വെച്ച് നല്ല ക്ലിയർ ആക്കി ഭംഗിക്ക് സെറ്റ് ചെയ്യാനുള്ള പ്ലാനാട്ടോ. ഇതകത്ത് വെക്കാൻ നോക്കാം. അകത്ത് വെക്കാൻ നമുക്ക് നല്ല സ്പോട്ടുണ്ടേ. അപ്പോൾ അവിടെ സെറ്റ് ചെയ്യാൻ നോക്കാം. കക്കയുടെ ആറ്റിലെ കക്ക. അപ്പോൾ താളൂ, ഞാൻ ആ പാത്രമെല്ലാം നല്ലോണം അത് കളയണ്ട. പോട്ടെ. അങ്ങനെ ഞുള്ളിപ്പറിച്ച് കളയുന്നൊന്നും പപ്പായ്ക്ക് ഇഷ്ടമില്ല. ഇത് ഇവിടെ വെച്ച് അറുതി വെക്കാം. ഇത് വേറൊരു പീസായിട്ട്. എന്തിനാ ഇത് ഒത്തിരി വേണം? ഓ വേണ്ട, അതങ്ങനെ ഫുള്ളായിട്ടങ്ങ് വെച്ചോ. ഇത് നീളത്തിലങ്ങ് ഇരുന്നോട്ടെ. നമുക്ക് ചെറിയൊരു കമ്പൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുക്കാം. ഇച്ചിരി മണ്ണും മണലും കൂടെ ഒക്കെ ഇടുവാണേൽ നല്ല ഉഷാറാവും. ഇതിനകത്ത് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അല്ലെങ്കിൽ പണി കിട്ടും. അപ്പം നമ്മൾ ഭാവിയിൽ ഒരു നേഴ്സറിയൊക്കെ തുടങ്ങുന്നതായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ പപ്പായ്ക്ക് ഇതിനോടൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അത് നമ്മൾ ഇവിടെ ഒന്നും തുടങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നാട്ടുമ്പുറത്ത് എവിടെയെങ്കിലും അല്ലേ മേ? കഴിഞ്ഞ പ്രാവശ്യമേ നമ്മൾ ആദ്യം ചെടിച്ചട്ടി ഒക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ കുറേ ചെടി നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. അന്നേരം ഒരു ചെടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇവിടെ ഞങ്ങൾക്ക് കൊണ്ടു തന്ന പന്നീർ ചാമ്പയായിരുന്നു. അതുപോലെ ഒരു കുഞ്ഞു ചട്ടിക്ക് തന്നിട്ട് ഇവിടെ നട്ടു. ഇപ്പം പറിച്ചാണ് അങ്ങോട്ട് പോയി പറമ്പി നടന്നുണ്ട്. അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, വണ്ടി കൊണ്ടുപോയി. ചെടി മാറിപ്പോയതാണ്. അതിന് ഏതാണ്ട് എത്രയാ 120 രൂപ 140 രൂപ കണ്ട് വില കൊടുത്ത് നമ്മൾ മേടിച്ചതായിരുന്നു. അന്നേരം അതുപോലെ ഇപ്പം അത്രയും വില നമ്മൾ ഒത്തിരി അമിതമായിട്ടൊന്നും നമ്മൾ മേടിക്കുന്നില്ല. എന്നാലും ചെറിയ തോതിൽ നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ അനുസരിച്ച് ഒരു വരുമാനം കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ചെറിയ തോതിൽ അങ്ങ് ചെയ്യാൻ ഓർത്തോണ്ടായിരിക്കുന്നത്. ഈ ബാലൻസ് വന്ന ടൈലിൻ്റെ പീസ് എല്ലാം എടുത്ത് ആട്ടുംകൂട്ടി എല്ലാം ഒതുക്കി വെക്കണം കേട്ടോ. എല്ലാ പണിയും കഴിഞ്ഞിട്ട് വരയ്ക്കാൻ ഇപ്പോൾ ഒതുക്കി വരുന്നുള്ളൂ. ഫ്രണ്ട് കൂടെ ഒന്ന് ക്ലീൻ ആക്കണം. അപ്പം രാവിലെ തൊട്ട് ചെടി നടിയിലായിരുന്നു. കുറേയേറെ പ്ലാന്റും കാര്യങ്ങളെല്ലാം പറിച്ച് നട്ടിട്ടുണ്ട്. എല്ലാം കാണിച്ചു തരാം. എന്താ പറഞ്ഞിരുന്നത്? നാട്ടിൻപുറത്തല്ലേ? നാട്ടിൻപുറത്ത് ചെറിയൊരു നഴ്സറി തുടങ്ങി കൊടുക്കാനാണ് എൻ്റെ പ്ലാന്. ഭാവിയിൽ ഞാൻ പഠിക്കാനൊക്കെ പോവുകയാണെങ്കിൽ പപ്പായ്ക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോളും. ഇന്നലെ ആണെങ്കിലും ഒരു ചേച്ചി കമന്റ് ഇട്ട് പറഞ്ഞു, പപ്പ പിന്നെ എല്ലാ സാധനവും നട്ട് നല്ല രീതിയിൽ പരിചരിക്കുന്ന കുഴപ്പമില്ല. കൃഷിപ്പണിയോടാ താല്പര്യം. അകത്ത് വെക്കുമ്പോൾ ഒരു വൃത്തിയായിട്ട് ചെറിയ ഈറ്റയുടെ കമ്പുണ്ട്, അതാണ് നല്ലത്. പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റാക്കി വെക്കായിരുന്നു. നമ്മുടെ അപ്പുറത്ത് പാപ്പഞ്ഞാനൊക്കെ ഇല്ലേ, അവിടെ മഞ്ഞ ഇല്ലുണ്ട്. അതിന്റെ 2 കമ്പ് എടുത്തോണ്ട് വരുവാണെങ്കിൽ ഇതങ്ങ് മാറ്റിയിട്ട് കുത്തി വെക്കാം.
അടിപൊളി. അടിപൊളിയാണോ? ആ രണ്ട് കെട്ട് കെട്ടണായിരിക്കും ഇതൊക്കെ ഒരു അതൊക്കെ ഒരു കലാവാസനയാണ്. അതെ അതെ അതെ. നമ്മൾ ഈ അഭിപ്രായം പറഞ്ഞ് ചുറ്റുന്നത് കാര്യമില്ല. ഇതൊക്കെ ഒരു കലാവാസന. അത് എന്നെ ഉദ്ദേശിച്ചാണോ? അതിന്റെ ഇല നല്ല ഭംഗി കേട്ടോ. ആദ്യം ഇതിന്റെ ഇല കണ്ടപ്പോ എല്ലാവരും ചോദിച്ചു, ഇത് കഴിഞ്ഞ പ്രാവശ്യം ആരോ പറഞ്ഞിട്ട് ചോദിച്ചു ഇതിങ്ങനെ കട്ട് ചെയ്ത് വിടുന്നതാണോ. ഇത് കട്ട് ചെയ്ത് വിടുന്നതല്ല. ഇതിന്റെ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത ഇത് തന്നെയാണ്. ആ വരുന്ന കൂമ്പ് അതിങ്ങനെ തന്നെയാണ് വരുന്നത്. നമ്മൾ ആദ്യമായിട്ടോ ഇങ്ങനെ ഒരു സംഭവം കാണുന്നേ. ഇല എല്ലാം ഒരുപോലെ ഇപ്പൊ വെളിയിലൊക്കെ പോയാൽ ഇഷ്ടംപോലെ ഉണ്ട്. വലിയ വലിയ ഹോട്ടലുകളിലും ഒക്കെ ഇത് കാണാം. അപ്പം നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനടിയിലോട്ട് നമ്മുടെ കഴിയട്ടെ. ഈ സാധനം എടുത്ത് നോക്കണം അല്ലേ? ഞങ്ങളെല്ലാം ഇപ്പം രാവിലെ സോപ്പിട്ടൊക്കെ തേച്ച് കഴിയും അകത്ത് വെക്കാനായതുകൊണ്ട്. അമ്മ തുണി അലക്കാൻ പോകുന്ന കേട്ടോ. അമ്മേനെ ഞാൻ പിടിച്ചു വെച്ചേക്കുവാ. അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞാ സെറ്റായി. ഒരു തുണിക്ക് കുറച്ചിട്ടേ ആ നല്ല വൃത്തിയായിട്ട് കൊണ്ടുപോയി വെക്കാം. നമ്മുടെ കഴിയാണ്. ഇതാണ് നമ്മുടെ മണി പ്ലാന്റ് അല്ലേ? സെറ്റ് സാധനമാണ്. ഇത് നമ്മൾ അകത്തോട്ട് കൊണ്ടുപോവുകയാണ്. ഈ സൈസ് ഒരുപാടുണ്ട് നമുക്കിപ്പോൾ. ഒരു തല ഇവിടുന്ന് കൊണ്ടുവന്നേ. ഞാനിപ്പോൾ അത് വലിയ മരം പോലെ ഇത്രയായത് ഇപ്പോൾ ഉണ്ട്. അത് ഞാൻ എടുത്ത് തിണ്ണേലുള്ള നമുക്ക് സെറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇത് നമ്മൾ അകത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ടൈപ്പ് പ്ലാന്റ് വേണമെങ്കിൽ നമ്മുടെ കുട്ടമ്മ പറയാൻ മതി. ഒരു 100 രൂപ കൊടുത്താൽ മതി ആൾക്ക്. ഒരു തയ്യ് കൊറിയർ അയക്കണം. ഭയങ്കര വിലയുള്ള ഈ സാധനം. ഭയങ്കര വിലയുള്ള 500 വേണോ? കച്ചവടം കൂട്ടിക്കോ? എവിടെ വെക്കുന്നേ? കറണ്ട് ഇല്ല. ഉണ്ട്. ആ വെക്കാം. നമ്മൾ അവിടെ വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അവിടെ വെക്കണ്ട, മണ്ടേ തന്നെ വെക്കാം. അതാ നല്ലത്. ഭംഗിയായിട്ട് നല്ല വൃത്തിയുള്ള സ്ഥലമല്ലേ, അവിടെ ഇരുന്നോളൂ. ഇതിനിപ്പോ അധികം വളർത്താതിരിക്കുക. ഒരുപാട് വളങ്ങളൊന്നും ഇപ്പൊ ഇതിനകത്ത് ചെയ്തിട്ടില്ല. മണലൊക്കെ ആയതുകൊണ്ട് ചെറുതായിട്ട് വെള്ളം സ്പ്രേ ചെയ്യുവാണെങ്കിൽ ഇതിങ്ങനെ അതേപടി നിൽക്കും. ഈ മരച്ച് നിൽക്കാന്നൊക്കെ അതുപോലെ നിൽക്കും. കുറവാ. വെയിലും സൂര്യപ്രകാശവും അടിക്കും. വെയില് ത്രൂ അടിച്ചാൽ ഇത് പോവാ, കരിഞ്ഞു പോവാ. നമ്മള് ഒരു വട്ടം പുറത്ത് എടുത്ത് വെച്ചായിരുന്നു വെയിൽ ഇതിന് പറ്റുമെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ അത് കരിഞ്ഞു പോയി. ഇപ്പൊ തന്നെ മണലിൽ വേരിറങ്ങാൻ തുടങ്ങി. ഇത് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നു. നല്ല ഭംഗിയുണ്ട്. മതി, അങ്ങനെ വെച്ചാൽ മതി. തുണിക്കൊന്ന് തുടയ്ക്കണം. ചെളിയൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ കയ്യാലെ ഞാൻ തുടച്ചു വിട്ടോളാം. വേണ്ട വേണ്ട, മതി, അങ്ങനെ വെച്ചാൽ മതി. അത് നല്ലത്. ഇനിയിപ്പം ഈ രൂപ ഒക്കെ മാറ്റണം. 1000 രൂപ നമ്മൾ ഇങ്ങോട്ട് മാറ്റും. കിഴക്ക് സൈഡിലേക്ക് ഇന്ന് TV പിടിപ്പിക്കാനും ചേട്ടൻ വരുമായിരിക്കും. ഇതുപോലെ തന്നെ ഒരു പ്ലാന്റ് ഇവിടെ അതിന്റെ സെന്ററിൽ വല്ല ഫോട്ടോ നമ്മുടെ ഫോട്ടോ വെക്കരുതെന്ന് പറഞ്ഞേ അല്ലേ? അല്ലെ നമ്മുടെ ആ യൂട്യൂബിന്റെ എന്തെങ്കിലും വരച്ച് തന്ന കുറെ പടങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. വെട്ടം ഉണ്ടല്ലോ, അതിന്റെ ആ ഷാഡോ ഭിത്തിയിലോട്ട് വരും. അപ്പൊ നല്ല രസം. മറ്റേ കീറിയ ഇല ആയോണ്ടേ. ഇന്ന് TV പിടിപ്പിക്കാൻ ചേട്ടൻ വരും. ഞാൻ കൂട്ടാൻ വേണ്ടി പോണം. കൊറേ നാളായി TV കണ്ടിട്ട്. TV വാ. പിന്നെ നമ്മുടെ ഈ ചെടി മറ്റേ ബൊഗൈൻവില്ല ടൈപ്പ് ആയിരുന്നു. അന്ന് നമ്മൾ മേടിച്ചപ്പോൾ നിറച്ചു പോയിരുന്നു. ഇത് മേടിച്ചിട്ട് 1 വർഷം കഴിഞ്ഞല്ലേ?
നിറച്ച് ഇടയ്ക്ക് പൂ കൊടുത്തുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഇത് പറിച്ചപ്പോ ഇതിന്റെ ചോടിന് ഞാനൊരു ചെറിയ ചട്ടിക്കകത്ത് വേര് തിങ്ങിട്ട് ചീക്കടി. ആ അപ്പോൾ അത് പറിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. 15 രൂപ ഒന്നും മേടിച്ചതാ. അപ്പം ഇന്ന് ഇതിനെ ഈ ബൊഗൻവില്ലയ്ക്ക് എന്തെങ്കിലും വളവോ എന്തെങ്കിലും അതിന്റെ പരിചരണം കറക്റ്റായിട്ട് അറിയാവുന്നവരൊന്നും പറഞ്ഞു തരുവാണെങ്കിൽ നല്ലായിരുന്നു കേട്ടോ. ഇത് പ്രൂവ് മഴയത്തായിരുന്നു. സാധാരണ ഇത് മഴയത്ത് തന്നെയായിരിക്കും ഇരിക്കുന്നത്. കട്ടപ്പന മെഷീനിലൊക്കെ ഒരുപാടുണ്ട്, നല്ല വെള്ളയും എല്ലാ കളറും ഉണ്ട്. പക്ഷെ അത് അവർ മാറ്റിയൊന്നും വെക്കുന്നില്ല. അത് നല്ല രീതിയിൽ പൂത്ത് നിൽക്കുന്നതാണ്. പക്ഷെ നമ്മുടെ ഇവിടെ വന്നിട്ട് ഇവൻ ഇപ്പം ഈ അടുത്ത ഇട കൊണ്ട് നമുക്ക് മറിഞ്ഞു അടമഴയുടെ ആയിരിക്കണം. പിന്നെ നമ്മൾ ഈ സൈസ് പ്ലാന്റ് ഡെയ്സി ഇത് സാവു ഡെയ്സി നമുക്ക് 3 ചോടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. 3 ചോടിൽ നിറച്ചു പോവായിരുന്നു. ഇപ്പൊ 1 2 3 4 5 6 7 ചോടാക്കി അപ്പ അല്ലേ? 7 അത് 7 എണ്ണത്തിലാക്കി. പിന്നെ ഇത് മറ്റേ ബൊക്കച്ചെടി അത് 2 ചെടിച്ചട്ടിക്കകത്ത് അതും ആക്കി. ഇത് നമ്മൾ എറണാകുളത്ത് നിന്ന് നമ്മൾ കൊണ്ടുവന്ന ചെറിയ എന്തോ ഒരു സാധനമാണ്. എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഇത് കണ്ടിട്ടുണ്ട് ചില വീടുകളിലൊക്കെ മരത്തൈ പോലെ. നമുക്ക് വേറൊരു ചേച്ചി ഇത് കൂടെ എരുമയിലുള്ള ചേച്ചി തന്നായിരുന്നു. അത് പറഞ്ഞാൽ കണ്ടില്ല. അത് ഞാൻ ഇതിനകത്തേക്ക് മാറ്റി. പിന്നെ നമ്മുടെ ശംഖുവരയൻ, ഇതിന്റെ പേരെന്നാടാ? തിരുഹൃദയോ അങ്ങനെയുണ്ട് സിന്ധപ്പിച്ച് പറയണേ. എന്തായാലും തിരുഹൃദയം 2 എണ്ണത്തിലാക്കിയിട്ടുണ്ട്. ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് മറ്റേ ചെടി എറണാകുളത്ത് കൊണ്ടുവന്നേ, അത് നമുക്ക് ശാന്തപിച്ചിൽ എവിടെ നിന്നും കൊണ്ടുവന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബഡ് റോസയുടെ ഒരെണ്ണം ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് അത്ര ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരെണ്ണം. ഇതുണ്ടോ, ഇത് നമ്മുടെ ഒരുപാട് പൂണ്ടാകുന്ന റോസയുടെ 2 കമ്പ് നിൽക്കുന്നത്. കട്ട് ചെയ്ത് വിട്ടേക്കോ കേട്ടോ, അത് ഗ്രൂം ചെയ്ത് വിട്ടേക്കോണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇതും നമ്മൾ എറണാകുളത്ത് നിന്ന് കൊണ്ടുവന്നല്ല. ഇതെന്നാ സാധനം? അതിങ്ങനെ ഇല മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് മഴയായതുകൊണ്ട് പൊടി അടിച്ചിരിക്കുവാണ്. ചട്ടി സൈതെല്ലാം ക്ലീൻ ചെയ്യണം. എന്നിട്ട് വെക്കുവാണെങ്കിൽ നല്ല. എനിക്ക് തോന്നുന്നു ഇത് തൂക്കിയിടുന്ന പ്ലാന്റ് പോലെ അല്ലേ? അല്ലേ സഹോ? കറണ്ട് വന്നു ഇങ്ങോട്ട് നോക്കി, പൂത്തിരി പോലെ കത്തി കിടക്കുന്നേ. ഞാനാ ഇട്ടെ. അപ്പൊ നമുക്ക് അകത്ത് കയറി ഒന്ന് നോക്കാം അതിന്റെ ആ ഭംഗി. ഇതിന്റെ ഒരു 3-4 വെക്കണമെന്നുണ്ട്. നമുക്ക് ചെടിച്ചട്ടി നമ്മൾ മേടിച്ച് ഇനിയിപ്പോൾ 2 ഉള്ളൂ. അപ്പൊ നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ വേറെ 2 ചെടി വരും. അത് നടാനുള്ള ചെടിച്ചട്ടി വേണം. ഇതിനകത്ത് 3 കൂടെ 2 കൂടെ മണി പ്ലാന്റ് വെക്കാം. ഇപ്പോൾ കട്ട് ചെയ്ത് എന്നിട്ട് അകത്ത് വെക്കാം. മണി പ്ലാന്റ് ഭയങ്കര ഐശ്വര്യമാണ്. അപ്പോൾ അത് നമ്മുടെ ഹാളിലൊക്കെ തലയ്ക്ക് മുകളിൽ വേർതിരിക്കുകയാണെങ്കിൽ അധികമായിട്ട് മണി വന്നാലോ? മണി വന്നുകൊണ്ടിരിക്കും. മണി കളയണ്ടല്ലേ? അത് കൊള്ളാം, സൂപ്പറാ. അടിപൊളിയാണോ? ലൈറ്റും കൂടെ വരുന്നുണ്ട്. അടിപൊളിയാ. എല്ലാ ലൈറ്റും ഇട്ട് തുടക്കണം. ചെടി വെട്ടിട്ട് ഞാൻ ഈ കയ്യെ ചെടി വെട്ടിച്ച്. അപ്പൊ അതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ഇവിടെ വരും. എന്റെ കുഞ്ഞ് ഐഡിയ ആണോ? കുഞ്ഞു മനസ്സല്ലേ? കുഞ്ഞു ഐഡിയ ആണ്. അദ്ദേഹം ഫുള്ള് പൊടിയും മണ്ണൊക്കെ ഉണ്ട്. രാവിലെ തൊട്ട് ഇതിന്റെ പരിപാടിയിലായിരുന്നു. 10-15 ചെടിച്ചട്ടി നട്ടു. നല്ല തോർച്ചയായിരുന്നു. പിന്നെ ഇളമ്പക്കത്തിന് ഇതൊന്നും സാധാരണ കട്ട് ചെയ്ത് നടാറില്ല. ഞാൻ മിക്കവാറും മറ്റ് ബാഗുകളിൽ നിന്ന് എടുത്ത് ത്രൂ വെക്കുവായിരുന്നു. സാധാരണ ഇളമ്പക്കത്തിന് ഇങ്ങനെ ആരും മുറുക്കിയല്ല. ഇത് ഞാൻ കഴിച്ച് കട്ട് ചെയ്യും. എങ്ങനുണ്ട്? അച്ചി വെള്ളം എടുത്തു താമേ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചെടി കൃഷിയൊക്കെ. അതൊക്കെ ഉള്ളു. ഇനിയിപ്പോ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വട്ടേ മുട്ട തരുവാണ്. ഇതിപ്പോ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുവാണെങ്കിൽ തലയായിട്ട് നല്ല റൗണ്ട് തന്നു. അതുപോലെ തന്നെ ഇതൊന്നും ഒരുപാട് ഷോ ഉണ്ട് കേട്ടോ. എല്ലാ ഷോ ഉണ്ട്. ഇത് വെക്കാൻ ചട്ടി ഇതാണ്. ഇനി അടുത്ത കട്ടപ്പനയ്ക്ക് പോക്കിന് 5-6 ചട്ടിയാണ് മേടിക്കാം. ഇത് ഒടിഞ്ഞു പോയി. നമുക്കിപ്പോ കുറെ പെരി കേട്ടോ. ഒരു തല ഇവിടുന്ന് ഉണ്ടെന്നോ ഒരു ചോടി ഞാൻ കൊണ്ടുവന്നിട്ട്. ഇത് നമുക്ക് എരുമേലിയുള്ള ചേച്ചി എന്നാ പറഞ്ഞോ. എരുമേലില്ലേ നമ്മുടെ ബ്ലൂ ബെല്ല് എന്ന് പറയും യൂട്യൂബ് ചാനലിന്റെ പേര്. അല്ലെങ്കിൽ നോക്കിയാൽ മതി. ഇഷ്ടം പോലെ ചെടിയുണ്ട് കേട്ടോ. ആർക്കെങ്കിലും ചെടി വേണമെങ്കിൽ അവിടെ ഓർഡർ കൊടുക്കാനും പറ്റും. അത് പിടിച്ച് കിട്ടി കഴിഞ്ഞാൽ കന്ന് കൂട്ടുന്നുണ്ട്. ഇഷ്ടം പോലെ കന്നുകളാണ്. അത് നല്ല ഊർജ്ജമാണ് കേറുന്നതേ. നമ്മളത് ഒരു ചോട് കൊണ്ടുവന്ന ഞാനിപ്പം
അവിടെയുണ്ട്, അവിടെയുണ്ട്. 1 2 3 കസേരയുടെ അടിയിലുണ്ട്. മാൾക്കുട്ടി റൂമിൽ ഇരിപ്പുണ്ട് ഒരെണ്ണം. ഇതെല്ലാം ഒത്തിരി സെറ്റായി. ഇതിപ്പോ മിക്കവാറും വീടുകളിൽ കാണാം അല്ലേ? ഇതിന്റെ ഇല കാണാൻ നല്ല ഭംഗിയല്ലേ, റെഡ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അകത്ത് വെക്കാം നമുക്ക്. അത് പൊടിയാ, ഒരാൾ മാറ്റൊക്കെ കഴുകുന്നുണ്ട് രാവിലെ വെയിൽ വന്നപ്പോഴേ. കഴുകി വേർക്കോട്ട് ഇടുവാണോ ഉണങ്ങും. ഇപ്പം വെയിലുണ്ടല്ലോ. അപ്പൊ ഇനി എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണം. പപ്പ പറയണത് ഈ ചാക്കിൻ്റെ അകത്ത് നമ്മൾ വെക്കുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചാക്കിൻ്റെ അകത്ത് വേരോട്ടം കൂടുതലായിട്ട് പച്ചക്കറി കൂടുതലായിട്ടും ചാക്കിനകത്ത് വെച്ചേക്കാം. നമ്മുടെ ഇന്റർലോക്ക് കൂടുതലായിട്ട് ചെടി വീഴുവേ. ആ, അത് നമ്മളെപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനത്തെ പ്രശ്നമുണ്ട്. സമയം തട്ടിക്കാതാണ് അത്രയും വലിയ വിഷയമില്ല. നമ്മൾ കുറച്ചും കൂടെ ഒക്കെ ചാക്ക് അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റുന്നതായിരിക്കും. ആ ഒരു സൈഡും കൊണ്ട് ഇപ്പം നട്ടേക്കുന്ന പച്ചക്കറി കൂടെ പറിച്ചിട്ടേ കംപ്ലീറ്റ് ചാക്കൊക്കെ ഇവിടുത്തെ മാറ്റുക. എന്നിട്ട് ചെടിച്ചട്ടി മേടിക്കാൻ പൈസ കുറവായിട്ടാണ് കേട്ടോ നമ്മൾ ചാക്കിനകത്ത് വെക്കുന്നത്. ഇല്ല എത്ര ചെടിച്ചട്ടി മേടിച്ചാലാ. ഇത് മുതലാകട്ടെ, ഇത് പോകാതെ ഇത്രയും നാളുവേ അവിടെ നീ വന്നേ ആ സൈഡിൽ ഭംഗി അറിയത്തുള്ളൂ. ഇത് അങ്ങ് ഉണങ്ങി പോയ പോലെ ആയതായിരുന്നേ. നമ്മളിത് മുണ്ടക്കയത്തിന് മേടിച്ചത്, കാഞ്ഞിരപ്പള്ളിന്ന്. നല്ല പൂവാ. ഇവിടെ മരങ്ങളായിട്ടുണ്ട്. മിക്ക വീടുകളിൽ ഇത് വലിയ മരമായിട്ട് ചെടിയായിട്ടുണ്ട്. മണ്ണി വെച്ച് കഴിഞ്ഞാൽ മരമായിട്ട് വളരുന്ന പറഞ്ഞത്. നല്ല രസമുള്ള ഒരു തന്നെയല്ല, ഏത് സമയത്തും പൂ ഉണ്ടാകുന്നത്. ഇനി ഇത് കണ്ടോ, ഇത് വേറെ മുട്ട വരുന്നുണ്ട്. ഇതാ ഓർക്കിഡ്, അത് ഒടിഞ്ഞും പോയി. അത് ഇഷ്ടംപോലെ അരിയുണ്ട്. ഒടിഞ്ഞു കിടക്കുന്നതാണ് വൃത്തിയാടാ. അതല്ല ഭയങ്കര പ്രായമായത്. ആ, നല്ല പൂവുണ്ടായിരുന്നു. അതേപോലെ മുട്ടും ഉണ്ടാകുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ചെടിയും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കുറേ പ്ലാന്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ചെറിയ തോതിൽ നമ്മുടെ വീട്ടിലുള്ള പ്ലാന്റൊക്കെ സെയിൽ തുടങ്ങുന്നതായിരിക്കും കേട്ടോ. മറ്റേ ഇപ്പം കാണിച്ചില്ലേ ഇപ്പം മണി പ്ലാന്റ് വെക്കുന്നേ. ഉണങ്ങി മഴയാണ്ട് വെള്ളം ഒഴിക്കാതെ സെറ്റ് ചെയ്യാം. ഈ ടൈപ്പ് ഒരു പ്ലാന്റും ചട്ടിയും കൂടെ എന്നാ റേറ്റ് വരും ചേട്ടാ? ഇതിപ്പോ ചട്ടിയും ചെടിയും എല്ലാം കൂടെ ഒരു 1000 രൂപയ്ക്ക് കൊടുക്കാം അല്ലേ? അത്രയും വരും കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഈ ഔട്ടറിനും ഇന്നറിനും കൂടെ തന്നെ ഏകദേശം ഒരു 300 രൂപ അടുത്ത് റേറ്റ് വരും. പിന്നെ പ്ലാന്റ് കുട്ടമ്മൻ മറ്റേ കൈ തൊട്ടതിന് ഒരു 300 രൂപ കൂടുതലും. 1000 രൂപ. ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയായിട്ട് രാവിലെ അപ്പൊ മീനൊക്കെ മേടിച്ചിട്ട് വന്നു. രാവിലെ അമ്മേനെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കേട്ടോ. ഇന്നലത്തെ ക്ഷീണം കുറഞ്ഞില്ല. ഒരു കമന്റ് കിടക്കുന്നുണ്ടോ, 1-ാം തീയതി നിങ്ങൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ എന്നും ആശുപത്രിയിൽ പോകേണ്ടി വരും, അതൊന്ന് ശ്രദ്ധിക്കണമെന്ന്. കറക്റ്റ് നമ്മൾ 1-ാം തീയതി കട്ടപ്പനയ്ക്ക് ആശുപത്രി പോയി, പിന്നെ അത് പിന്നെ 2 വട്ടം ആശുപത്രി പോയി കേട്ടോ. ശരിയാ, അങ്ങനെ രാധമ്മയും പറയാറുണ്ട് കേട്ടോ. 1-ാം തീയതി ആശുപത്രി പോയാൽ എല്ലാ ദിവസവും ആശുപത്രി പോകേണ്ടി വരും. അതുകൊണ്ട് 1-ാം തീയതി ദിവസം ആശുപത്രി പോകാതിരിക്കുക എന്നൊക്കെ രാധമ്മയും പറയാറുണ്ട്. നേരാണോന്ന് അറിയത്തില്ല. രാവിലെ നല്ല മത്തി മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. പിന്നെ കിളിമീനുണ്ട്, ഗോൾഡ് എന്താ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഇത് ഈ പഴുതാക്കുളത്തെ വളർത്തുന്നത്. നമ്മുടെ പെരിയാറ്റിൽ ഈ സൈസ് ഉണ്ട്. അത് 250 രൂപ കിലോയാ. അത് കിട്ടാനില്ല, അപൂർവമായിട്ടേ കിട്ടുള്ളൂ. പല വീശുകാർക്ക് കിട്ടും. ഇത് ശകലം രുചി കുറവാണ്. ഇത് നമുക്ക് 200 രൂപയ്ക്ക് കിട്ടും. ഇത് തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് കുളത്തിലിട്ടേക്കുന്നു, കുളത്തിലേ ഇട്ടിരിക്കുന്നു. അപ്പം മോളമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് ഞായറാഴ്ച മീൻ മേടിച്ചപ്പോൾ ഇച്ചിരി കൂടുതൽ മേടിച്ചു. അപ്പോൾ അത് വെട്ടി ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കുവാണേലേ. മഴയൊക്കെ ആണെങ്കിൽ വേറെ കറി വെക്കാനോ പുറത്തോട്ട് ഇറങ്ങി എന്തെങ്കിലും ചെയ്യാനൊന്നും പറ്റിയല്ല. 2 മീനൊക്കെ വറുത്ത് ചോറിന പണിക്കാരും കാണും ചിലപ്പോഴേ. ഇവിടെ ഇങ്ങനെ ചത്തണം. അപ്പോഴെ കത്തി ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗുണ്ടാ ലുക്ക. വലിയ ആന കത്തിയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നത്. അയ്യോ, ചാരം അല്ലേ ഉണ്ടമ്മ? ചാരം ഇരിപ്പുണ്ടമ്മേ, ഒന്ന് ഇച്ചിരി എടുത്ത് കൊടുക്ക. ഞായറാഴ്ച മുളമയ്ക്ക് വയ്യാഞ്ഞിട്ടൊന്നുമല്ല, വയ്യെങ്കിലും
പറ്റുമെങ്കിലും പറ്റിയാലും ഞാൻ തന്നെയാണ് മീൻ വെട്ടുന്നത് കൂടുതലായിട്ട് ഒക്കെ കൊണ്ടുപോകും. പിന്നെ അത്യാവശ്യമൊക്കെ മുളക് കിട്ടും. അപ്പൊ അതിരക്കാണല്ലോ അമ്മ വെട്ടുള്ളൂ. ഇതെല്ലാം കൂടെ വെട്ടി ഫ്രിഡ്ജിലോട്ട് വെക്കാം അല്ലേ? നമുക്ക് ഇന്ന് തന്നെ കറി വെക്കണം. നമുക്ക് ഇന്ന് ഗോൾഡ് കറി വെച്ചാലോ? ഇന്ന് ഗോൾഡ് കറി വെക്കുവാണെങ്കിൽ നല്ല ഉണക്കപ്പയും വേവിച്ച് എന്നിട്ട് ഉണക്കപ്പയും മീൻചാറും. മീൻചാറല്ല, കഷ്ണവും തരാം കേട്ടോ. നല്ലോണം ഗോൾഡ് അങ്ങോട്ട് കുടമ്പുളിയൊക്കെ ഇട്ട് കറി വെച്ച് വെക്കുവാണെങ്കിൽ നാളത്തേന് നല്ലതാണ്. ആ തൊലിയല്ലേ? നല്ല മീനാണ്, നല്ല ടേസ്റ്റുള്ള മീനാണ് ഗോൾഡ്. ആറ്റിലെ മീനിന്റെ അത്ര ടേസ്റ്റ് വേറെ ഒരു മീനും ഇല്ല. ഇന്ന് പാലത്തിന്റെ അവിടെ നിന്ന് താഴോട്ട് നോക്കിയപ്പോഴേ രണ്ട് ചേട്ടന്മാരൊന്ന് ചൂണ്ടിരുന്നുണ്ടോ? ഇഷ്ടംപോലെ ചൂണ്ടക്കാരുണ്ടോ അവിടെ? ചെറിയ ഗോൾഡും കറ്റിക്കുഞ്ഞുങ്ങളെയൊക്കെ കേട്ടു. ഞാനും ഒന്ന് ഓർക്കുമായിരുന്നു ഉച്ച കഴിഞ്ഞ് എല്ലാ സമയം കിട്ടണം ഇച്ചാലും പോകാതെ. ഭയങ്കര വെള്ളമല്ലേ? അത് കുറഞ്ഞല്ലേ? നോക്കാം, സമയം കിട്ടും നോക്കാം. എന്നാൽ രണ്ടുപേരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് വെട്ടിക്കോ. നമ്മുടെ മീനൊക്കെ വെട്ടി നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കി കഴുകാൻ വേണ്ടി അമ്മയുടെ കൊടുത്തു കേട്ടോ. എല്ലാം ശരിയാക്കി കട്ട് ചെയ്ത് തന്നു കേട്ടോ. മറ്റേ മത്തിയും കിളിമീനും വെട്ടി കഴിഞ്ഞു. ഇത് നമുക്കൊരു ഒരാഴ്ചത്തിനുള്ള മീനാ കേട്ടോ. ഇനി ഇടയ്ക്ക് മീനൊന്നും മേടിക്കുകയില്ല, മീനും ഇറച്ചിയൊന്നും മേടിക്കുകയില്ല. ഇടയ്ക്ക് 2 കഷ്ണം വറക്കും, പിന്നെ കറി വെക്കും. പിന്നെ മാളക്കുട്ടി സ്കൂളിൽ പോകുന്നോണ്ട് അവക്കെന്നും എന്തെങ്കിലുമൊക്കെ കറി വേണം രാവിലെ. മഴയായോണ്ട് എന്തെങ്കിലും പച്ചക്കറി കുറച്ച് തോരനും വെച്ച് ഒരു മീനും വറുത്തിച്ച് അച്ചാറും മുക്കുവാണെങ്കിൽ അത് മതി കൊച്ചിന്. അപ്പം ഒരാഴ്ചത്തിനുള്ള മീനാണ്. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നല്ല മീനായിരുന്നു. ചെറിയൊരു വെയിലൊക്കെ ഉണ്ട്. ഇന്ന് ഇത്തിരി സൺഡേ ആണ്, ഇത്തിരി ഓർച്ചയുണ്ട് കേട്ടോ. ഒരു 5-6 ദിവസം കൂടിയാ ഒരു വെയിലിന്റെ മയം കാണുന്നത്. അമ്മ തുണിയൊക്കെ പറക്കിയിട്ട് ഉണങ്ങുമായിരുന്നു. പെട്ടെന്ന് കറി വെക്കാം എന്നിട്ട് ചോറിന. സമയം പോയല്ലേ? 1 മണിയായി. അച്ഛനും മോളും കൂടെ ഭയങ്കര പരിപാടിയാണ്. ഷെയറേ എന്നാടുക്കും ഒരേട്ടു കൂടെ ഞങ്ങൾ പാട്ടൊക്കെ പാടി ചുമ്മാ ഇങ്ങനെ മഴയില്ലായിരുന്നു അപ്പൊ ഇച്ചിരി കളിച്ചു വരുന്നു. ആ കളിക്കാമല്ലോ. അറിയത്തില്ല. ഷെയറേ വിളിച്ചാ പോലും മൈൻഡ് ചെയ്യത്തില്ലേ? നീ അടുത്തുള്ളപ്പോ നമ്മള് വിളിച്ച ഒരു മൈൻഡും ഇല്ല. വളരെ വളരെ ചെറുതാണ്. തൊടലെന്ത് ഊരി വെച്ചോ? ലീസ് തൊടല് കഴിച്ചാൽ തൊടല് ഊരി വെച്ചു. ആണോ? നാളെ വേണം അതൊന്നും ഇട. ഇന്ന് ഞാൻ ചുമ്മാ ചെയ്യുവായിരുന്നേ. അവളെ ഫുള്ള് ബ്രഷ് ചെയ്യണമായിരുന്നു. ചെയ്തോ? അപ്പൊ ഇവിടെ ഫുള്ള് ചീവിട്ട് ഞങ്ങൾ കളിച്ചു. ഞങ്ങൾ ഫുള്ള് ചീവി എന്നിട്ട് കുറച്ചു നേരം കളിച്ചു. ഞാൻ ഉറങ്ങുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് ഇനി ഫുഡ് കഴിക്കണം, എന്നിട്ട് ഞങ്ങൾക്ക് ഉറങ്ങണം, എന്നിട്ട് ഞങ്ങൾക്ക് രാവിലെ എണീക്കണം, എല്ലാരും വിളിച്ച് എണീക്കണം. കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയത്ത് കൊണ്ടുവന്ന സമയത്ത് കൂട് പണിത് അങ്ങ് ഇട്ട സമയമായിരുന്നു. കുഞ്ഞായിരുന്നു. എന്നിട്ട് രാത്രി തണുക്കുമ്പോഴെല്ലാം മൂളുവായിരുന്നു ഇരുന്ന്. ഞാൻ ആ സൈഡിലെ റൂമായോണ്ട് എനിക്ക് നന്നായിട്ട് കേൾക്കായിരുന്നു. ആ കുഞ്ഞു കയ്യ് വേണോ? ഇടയ്ക്ക് ഇരുന്ന് ഫുഡൊക്കെ കൊടുക്കണം, എന്നാലും ഒരു ഇഷ്ടമുള്ളൂ. ഫുഡിന് വേണ്ടിയുള്ള ഇഷ്ടമാണ്. പക്ഷേ നിന്നോട് ഇഷ്ടമൊക്കെയാ, പക്ഷെ കുറച്ചുകൂടി ഇഷ്ടം എന്നിനെയാണ്. കുറച്ചുകൂടി ഇഷ്ടം എന്നിനെയാണ്. കുട്ടമ്മോ നിന്നെ എടാ എന്റെ ഷൂ ചോടാ. നോ പറയുമ്പോ അതെക്കോട്ടും വടക്കോട്ടും നോക്കിയിരിക്കുവേ. ഫുഡ് വെച്ചിട്ട് നോ പറയുമ്പോ എടുക്കത്തില്ല കേട്ടോ. കുഞ്ഞിക്കണ്ണ വെച്ച് നോക്കാതൊക്കെയുണ്ട്.
ഓക്കേ ഭയങ്കര ഷേക്കൊക്കെ ആയിരുന്നു ഇവിടെ. കൈ എടുത്ത് വെച്ചാൽ കൈ ഞാൻ ഇവിടെ കയറ്റിട്ട് ചായ കുടിക്കട്ടെ. എന്നാ കിടപ്പൊക്കെ അങ്ങോട്ട് മാറ്റിക്കോ. പയ്യെ പോയാ മതി. അവിടെ പോയിട്ട് മടിയാ, ഇത്ര നേരം കളിക്കുമല്ലായിരുന്നോ? കൊച്ചു വീട് ഇത്ര ഉള്ളായിരുന്നു. മഴ മൂടലൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറെ ഏറെ പരിപാടിയൊക്കെ തീർക്കാനുണ്ട്. മാൾക്കുട്ടി സ്കൂളിൽ പോയി രാവിലെ. ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ആ ചോരും കൊണ്ട് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ വീഡിയോ പോലും കാണാതെ ആൾക്കാർ ഓടും. ടാറ്റ കേട്ടോ.